यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारी जयो राधा माधव कुञ्ज बिहारी जयो राधा आचार्य पदाय निटाय कृपप्रदायने गौरकथदामदाय नगरग्रामतारिणे नमो ओं विष्णुपदाय कृष्णप्रस्थाय बुदले श्रीमदे भक्तिवेदांत स्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्रीद्वैत गदाधर शिवासदि गौरभक्तवृंद मूकं करोति वाचालं पंगुर्लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरे कृष्ण. സോ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം വായിക്കാം. ആദ്യം ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ 59-ാമത്തെ ശ്ലോകം. രണ്ടാമത്തെ അധ്യായം 59-ാമത്തെ ശ്ലോകം. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോഭ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോഭ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. സോ അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേഷൻ പ്രഭുപാദ് പറഞ്ഞതാണ്. ദോ ദ എംബോഡീഡ് സോൾ മേ ബി റിസ്ട്രിക്റ്റഡ് ഫ്രം ദ സെൻസ് എൻജോയ്മെൻറ്റ്, ദ ടേസ്റ്റ് ഫോർ സെൻസ് ഓബ്ജക്ട്സ് റിമൈൻസ്, ബട്ട് സീസിങ് സച്ച് എൻഗേജ്മെൻറ്റ്സ് ബൈ എക്സ്പീരിയൻസിങ് എ ഹയർ ടേസ്റ്റ് ഹി ഈസ് ഫിക്സ്ഡ് ഇൻ കോൺഷ്യസ്നെസ്. അതായത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, അതായത് ഈ ജീവികൾ ഇന്ദ്രിയങ്ങളെ കഷ്ടപ്പെടുത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും ആ ഇന്ദ്രിയങ്ങളെ അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അകത്തുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹം എപ്പോൾ പോകുമെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മൾ അതിനേക്കാളും ഉയർന്നതായിട്ടുള്ള ഒരു രുചി, ഹയർ ടേസ്റ്റ്, ആ ഉയർന്നതായിട്ടുള്ള രുചിയിൽ നമ്മളെ ചൈതന്യം ഫിക്സായി കഴിയുമ്പോൾ അപ്പോൾ ഈ ചെറുതായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളും ഭോഗങ്ങളിൽ നിന്നും മനസ്സ് വിടുപെടുമെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ മുഴുവൻ ഒരു സാരാംശം ആയിട്ട് പറയാം. എല്ലാം ഫുള്ള് ഭഗവത്ഗീതയുടെ എസൻസ് ആയിട്ട് ഭഗവത്ഗീതയുണ്ട്. ഇതിലെല്ലാ ആത്മാവിനെക്കുറിച്ച്, പരമാത്മാവിനെക്കുറിച്ച്, കർമ്മം, കാലം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ എസ്പെഷ്യലായിട്ട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ വേറെ വേറെ യോഗാസനങ്ങൾ കൊണ്ടും യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് എത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വീണ്ടും ആ ഇന്ദ്രിയങ്ങൾ വീണ്ടും എങ്ങനെ റബ്ബർ ബാൻഡ് വിട്ടാൽ തിരിച്ചു പോകുന്ന പോലെ വീണ്ടും നമ്മളെ മനസ്സ് ഇന്ദ്രിയ ഭോഗങ്ങൾ, വിഷയങ്ങളടുത്ത് പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ ഒരാൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ, ഭഗവാന്റെ ദിവ്യലീലകളിൽ, ഭഗവാന്റെ നാമത്തിൽ, ഭഗവാന്റെ രൂപത്തിൽ അതിലൊരു ആകർഷണം വരുന്ന സമയത്ത് താനെ ഈ എല്ലാ ചീപ്പായിട്ടുള്ള, അതായത് വളരെ ലോയസ്റ്റ് ആയിട്ടുള്ള ഈ ഇന്ദ്രിയ ഭോഗങ്ങളെടുത്തുള്ള ഈ ആസക്തി എന്നുള്ളത് പോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ മേലെ എങ്ങനെ ആകർഷണം വരുത്തും? ഭഗവാന്റെ മേലെ ആകർഷണം വരണമെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് നിത്യം കേൾക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം. ഭഗവാനെക്കുറിച്ച് നമ്മളെപ്പോഴും സ്മരിക്കണം, സ്മരണ ചെയ്യണം. കീർത്തനം, ഭഗവാനെക്കുറിച്ച് നമ്മൾ പറയണം. അങ്ങനെ നമ്മളെപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളെ സ്മരണം, നമ്മളകത്ത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത്, കൃഷ്ണൻ്റെ അടുത്ത്, ശ്രീകൃഷ്ണൻ്റെ ദിവ്യ നാമം, രൂപം, ഇതിലൊരു രുചി നമ്മൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ താന്ന രുചികളൊക്കെ വിട്ടുപോകും. താന്നതായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ, നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ താനെ നിഗ്രഹത്തിൽ വരും. അതല്ലാണ്ട് എന്തൊക്കെ ചെയ്ത് പല വലിയ വലിയ ആൾക്കാർ, സന്യാസികളൊക്കെ കൺട്രോൾ ചെയ്ത് യോഗാസനം ചെയ്ത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാറുണ്ട്. പക്ഷേ അത് ശാശ്വതമായിട്ടിരിക്കില്ല. അഷ്ടാംഗ യോഗങ്ങളും പല യോഗങ്ങളൊക്കെ. പക്ഷേ എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സ്
ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യലീലയിൽ മുഴുകിപ്പോകുന്നത്, ഭഗവാന്റെ നിത്യസേവയിൽ മുഴുകിയിരിക്കുന്നത്, അവരെ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ താനെ തന്നെ എല്ലാം കൺട്രോളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗീതാ മഹാത്മ്യം എന്നുള്ള ഒരു ഇതിൽ പത്മപുരാണത്തിൽ ഉള്ള ഒരു ചാപ്റ്ററാണ് ഗീതാ മഹാത്മ്യം എന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യം, ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം വായിച്ചാൽ എന്താണ് ഫലൻ എന്നാണ് അതിനെക്കുറിച്ച് ഭഗവാൻ നാരായണൻ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പത്മപുരാണത്തിൽ വരുന്നതാണ് ഈ കഥ. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അടുത്ത് ഭഗവാൻ പറയാണ്, ഇങ്ങനെ പണ്ഡർപൂർ എന്നൊരു ക്ഷേത്രമുണ്ട്, പണ്ഡരീപുരം. അതായത് ഇന്നലെ നമുക്ക് ശയന ഏകാദശിയായിരുന്നു. ആഷാഢ ഏകാദശി എന്ന് പറയും. ആഷാഢ ഏകാദശി വളരെ വിശേഷമായ ഏകാദശി. സാധാരണ പറയാറുണ്ട് ഭഗവാൻ വിഷ്ണു ശയനത്തിലേക്ക് പോകുന്ന സമയം, ഈ 4 മാസക്കാലം ചതുർമാസം എന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഏകാദശി ശയന ഏകാദശി. അപ്പോൾ ഈ ശയന ഏകാദശിക്ക് ആഷാഢ ഏകാദശി, അതായത് മഴക്കാലം തുടങ്ങുന്ന സമയം ആഷാഢം എന്ന് പറയും. അപ്പോൾ ഈ ആഷാഢ മാസത്തിൽ പണ്ഡരീപുരത്തിൽ അവിടെ ഭയങ്കര വിശേഷമായ ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവത്തിൽ ഒരു 15 ലക്ഷം 20 ലക്ഷം ആൾക്കാർ ദിണ്ടി യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് കീർത്തനം ചെയ്തുകൊണ്ട് തലയിൽ പാണ്ഡുരംഗ വിട്ടല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വേറെ, നമ്മളങ്ങനെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മാതിരി പണ്ഡരീപുരത്തുള്ള കൃഷ്ണൻ്റെ പേര് വിട്ടല എന്ന് പറയും. വിട്ടല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിട്ട് എന്ന് പറഞ്ഞാൽ മറാഠി ഭാഷയിൽ ചെങ്കല്ല്, നമ്മൾ ബിൽഡിംഗ് കെട്ടാനൊക്കെ യൂസ് ചെയ്യില്ലേ കല്ല്, ചെങ്കല്ല് എന്ന് പറയില്ലേ, ആ കല്ലിനാണ് മറാഠി ഭാഷയിൽ വിട്ട് എന്ന് പറയും. അപ്പോൾ പുണ്ടലീക എന്ന് പറയുന്ന ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ അവിടെ വന്നു. ആ പുണ്ടലീക എന്നുള്ള പറഞ്ഞ ഒരാൾ എല്ലാ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതെ എല്ലാ ചീത്ത സ്വഭാവങ്ങളോടെ അങ്ങനെ എല്ലാ ചീത്ത സ്വഭാവത്തോടെ ഇരുന്ന് വീട്ടിലെയും വിട്ട് പുറത്തു പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സാധു സന്തുക്കളെ ഭക്തന്മാരുടെ സഹവാസം കിട്ടും. അപ്പോൾ ഈ ജീവികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഉപകാരം ഈ ഭൗതിക ലോകത്ത് എന്താണെന്ന് വെച്ചാൽ സാധു സന്തുക്കളെ ഭക്തന്മാരുടെ ഒരു സഹവാസം. ആ ഭക്തന്മാർക്ക് സേവ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു സേവ ചെയ്യാനൊരു അവകാശം കിട്ടുകയാണെങ്കിൽ എങ്ങനത്തെ കിരാത ആന്ധ്ര പുലിന്ദ പുൽക്കസ എങ്ങനെ ലോ ക്ലാസ് ആയിട്ടുള്ള ജീവികൾ കൂടെ ഭഗവാന്റെ ഭക്തിയിലോട്ട് വരാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഈ പുണ്ടലീക എന്നുള്ള ഈ ആൾ കുറച്ച് സാധു സന്തുക്കളെ ഭക്തന്മാരുടെ സഹവാസം കിട്ടിയിട്ട് അപ്പോൾ അവരെ കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കും. അവരെ കൂടെ തീർത്ഥയാത്രയ്ക്ക് പണ്ഡരീപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അവരൊക്കെ. അപ്പോൾ അവർ പറയും, നീ ഞങ്ങളെ കൂടെ വരണ്ട, നീ നിൻ്റെ അച്ഛനെയും അമ്മനെയും ദ്രോഹിച്ചിട്ട് അവർക്ക് സേവകളൊന്നും ചെയ്യാണ്ട് ഇങ്ങോട്ട് വരികയാണ്, ഞങ്ങളെ കൂടെ വരണ്ട, നീ ആദ്യം പോയിട്ട് അവരെ കാലിൽ വീണ് അവർക്ക് സേവ ചെയ്യാൻ പറയും. അപ്പോൾ പുണ്ടലീകൻ്റെ അച്ഛനും അമ്മയും നല്ല ഭക്തന്മാരായിരുന്നു. അവർ സദാ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, അവിടെയൊക്കെ എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ നമ്മളിവിടെ എങ്ങനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന മാതിരി അവിടെയൊക്കെ ജയ് ജയ് രാമകൃഷ്ണ ഹരി, ജയ് ജയ് രാമകൃഷ്ണ ഹരി അങ്ങനെ പറഞ്ഞ് അവർ കീർത്തൻ പാടാറുണ്ട്. അതുപോലെ വിട്ടല വിട്ടല ജയ് ജയ് വിട്ടല 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 പറയും. വിട്ടല എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ്റെ പണ്ഡരീപുരത്തുള്ള ഭഗവാന്റെ പേര് വിട്ടൽ എന്നാണ് പറയാം. വിട്ടൽ രുക്മിണി ദേവി, നമ്മൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മാതിരി രുക്മിണി ദ്വാരകാധീശൻ എന്ന് പറഞ്ഞ മാതിരി വിട്ടലയും രുക്മിണിയാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ. അപ്പോൾ ഈ പണ്ഡരീപുരം അത്ഭുതമായ ക്ഷേത്രമാണ്. ചന്ദ്രഭാഗ നദി ചുറ്റുണ്ടാവും. ആ ചന്ദ്രഭാഗ നദിയുടെ നടുക്കാണ് പണ്ഡരീപുരം എന്നുള്ള ക്ഷേത്രം. സാക്ഷാത് ഭൂലോക വൈകുണ്ഠം എന്നാണ് അതിനും പറയുക. അപ്പോൾ അവിടത്തേക്ക് ഈ ഭക്തന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുണ്ടലീകൻ അവരെ കൂടെ പോകാൻ നോക്കും. അപ്പോൾ പറയും, അവിടെ നീ നിൻ്റെ അച്ഛനും അമ്മയും മഹാഭക്തന്മാരാണ്, ആദ്യം പോയി അവർക്ക് സേവ ചെയ്യാൻ പറയും. അവർക്ക് സേവ ചെയ്യാൻ പറയും. അപ്പോൾ ഈ പുണ്ടലീകൻ അവരെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും നല്ല ഭക്തന്മാർ വയസ്സായ കാലത്ത് അങ്ങനെ കിടക്കായിരിക്കും. ആ പുണ്ടലീകൻ എന്തെന്ന് വെച്ചാൽ അവർ അച്ഛനും അമ്മയ്ക്കും ഫുള്ളായിട്ട് സേവ, അവർക്ക് കുളിപ്പിക്കാനും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാ വിധത്തിലും സേവകൾ ചെയ്തിട്ട് അവർക്ക് കാലിങ്ങനെ പിടിച്ച് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും, കാലിൽ അച്ഛനമ്മമാർക്ക്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 24 മണിക്കൂർ അച്ഛനമ്മയ്ക്കും സേവ. അച്ഛനമ്മയും മഹാഭക്തന്മാരാണ്, അത് മുഖ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ ഒരാൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് സേവ ചെയ്യുന്നത് അവർക്ക് ഉടൻ തന്നെ കൃഷ്ണനെ കിട്ടുന്ന പറയാം. അപ്പോൾ ഈ ഭക്തന്മാരുടെ സേവയിൽ വളരെ സംതൃപ്തനായിട്ട്
ഭഗവാൻ അവിടെ എത്തി. പാണ്ഡുരംഗ വിട്ടലൻ കൃഷ്ണൻ തന്നെ ദ്വാരകയിൽ നിന്ന് അവിടെ എത്തി. പുണ്ടലീകൻ്റെ വീട്ടിൽ വന്നു എന്ന്. വീട്ടിൽ വന്നിട്ട് പുണ്ടലീക വാ വാ പറഞ്ഞ് വിളിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഈ പുണ്ടലീകനെ. വിളിക്കുമ്പോൾ ഈ ഭക്തന്മാരുടെ സേവയിൽ ഭയങ്കര ബിസിയായിട്ട് നിൽക്ക് ഞാൻ കുറച്ചും കൂടെ പണിയുണ്ട്, എനിക്ക് കുറച്ചും കൂടെ അച്ഛനമ്മയ്ക്ക് കുറച്ച് മസാജൊക്കെ ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞിട്ട് മസാജും സേവകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ കൈ ഇങ്ങനെ നടുക്ക അരയിൽ കൈ വെച്ച് കാത്തിരിക്കുകയാണ് ഈ ഭക്തന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുണ്ടലീക എന്ത് ചെയ്തു, ആ ഭഗവാൻ ഇരിക്കാൻ വേണ്ടി ഒരു ചെങ്കല്ല്, എന്താ പറയുക, നമ്മൾ വീട് കെട്ടാനൊക്കെ എടുക്കില്ല ഒരു ചെങ്കല്ലില്ലേ, ആ ചെങ്കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അതിലിരുന്നോ പറഞ്ഞാൽ ആ ചെങ്കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് ഇദ്ദേഹം അച്ഛനമ്മമാർക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ആ ചെങ്കല്ലിൻ്റെ മേലെ കയറി നിന്നിട്ട് കൈ ഇങ്ങനെ അരയിലിങ്ങനെ കൈയും പിടിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ രൂപത്തിൽ ഭഗവാൻ അങ്ങനെ തന്നെ വിഗ്രഹമായിട്ട് അവിടെ നിലച്ചു. അതാണ് പണ്ഡരീപുരം എന്നുള്ള ക്ഷേത്രത്തിലെ പാണ്ഡുരംഗ വിട്ടലൻ എന്ന്. അപ്പോൾ ഇന്നലെ അവിടെ ആഷാഢ ഏകാദശി എന്നുള്ള ഉത്സവത്തിന് ഒരു 15 തൊട്ട് 20 ലക്ഷം ആൾക്കാർ വരും. അപ്പോൾ എല്ലാവരും നല്ല ഭക്തി, നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല അത്ര ഭക്തിയോടെ കൂടെ ജനങ്ങൾ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ വരുന്ന അത്രയും പേര് ഏകാദശി, അതായത് മഹാരാഷ്ട്രയിൽ സാധാരണക്കാർ, ഒരു ട്രാഫിക് പോലീസോ ഒരു ആരാണെങ്കിലും ശരി, ഏകാദശി എല്ലാ ആൾക്കാരും ഏകാദശി വ്രതം എടുക്കും. മഹാരാഷ്ട്ര ഫുൾ സ്റ്റേറ്റ്, മേ ബി മുസ്ലിംസോ ക്രിസ്ത്യൻസ് അല്ലാത്ത മറ്റുള്ള എല്ലാ സാമാന്യ ആൾക്കാരും മുഴുവൻ ഏകാദശി വ്രതം ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഏകാദശിക്ക് കഴിക്കുന്ന സാധനങ്ങൾ സെപ്പറേറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ ഭക്തന്മാരും കൂടെ കൂടി ആഷാഢ ഏകാദശി എന്നുള്ള ഉത്സവത്തിന് പണ്ഡരിപുര വിട്ടലിനെ കാണാൻ വേണ്ടി, കൃഷ്ണനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പണ്ഡരിപുര ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ദേവശ്യാമ പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ദേവശ്യാമ. അപ്പോൾ ഇത് ഭഗവാൻ നാരായണൻ ലക്ഷ്മി ദേവി അടുത്ത് പറയുകയാണ് ഈ കഥ, ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ദേവശ്യാമ എന്നുള്ള ഈ ബ്രാഹ്മണൻ, ഇയാൾ പ്രത്യേകിച്ച് അതിഥികളെ സത്കരിക്കുന്നത്, വീട്ടിൽ വരുന്ന അതിഥികളെ നല്ലപോലെ സത്കരിച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ഭക്തിപൂർവ്വം അങ്ങനെ നാമജപമൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും അയാൾക്ക് മനസ്സിലൊരു സംതൃപ്തി കിട്ടണില്ല. മനസ്സിലൊരു കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയും മനസ്സിലൊരു സമാധാനവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സാധുക്കൾക്കും ഭക്തന്മാർക്കൊക്കെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഈ ദേവശ്യാമ ഇങ്ങനെ വഴിയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യോഗിയെ കാണുന്നു. ഒരു ഭയങ്കര യോഗി പുരുഷൻ. അദ്ദേഹം ആ കാല് മടക്കി ഇങ്ങനെ കുത്തിവെച്ചിട്ട് കണ്ണിനെ ഇങ്ങനെ മൂക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ധ്യാനത്തിൽ കണ്ണു മൂടി ഇങ്ങനെ ഇരിക്കുന്നു. യോഗിയെ കണ്ടു. ആ യോഗിയുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം താഴെ വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഇന്ന് എൻ്റെ സേവ, ഞാൻ ഇത്രയും കാലം ചെയ്ത സേവയുടെ ഭാഗ്യമായിട്ടാണ് നിങ്ങളെ കാണാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സമാധാനമില്ല. അപ്പോൾ എനിക്കും കൂടെ എങ്ങനെയാണ് ഭഗവാനെ ഒന്ന് കാണുന്നത്, ഭഗവാന്റെ ഭക്തി, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഭക്തി എങ്ങനെയാണ് കിട്ടുക, അതിനെക്കുറിച്ച് എനിക്കൊന്ന് ഉപദേശം ചെയ്യണേ പറയും. അപ്പോൾ ആ യോഗി പുരുഷൻ പറയും, നീ ഇവിടെ നിന്ന് അടുത്ത് കുറച്ച് ദൂരത്തുള്ള ഒരു സ്ഥലം, സൗപൂർ പറഞ്ഞൊരു സ്ഥലം, ആ സൗപൂർ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ തെക്കേ ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരാളുണ്ട്. അയാളുടെ പേര് മിത്രവാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ ചെക്കൻ, മിത്രവാൻ എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. ആ ചെക്കൻ ആടുകളെ മേച്ചുകൊണ്ടിരിക്കും. ആട് മേയ്ക്കുന്ന ഒരു ചെറുക്കനാണ്. അവൻ്റെ അടുത്ത് പോയിട്ട് ഈ ഭഗവാന്റെ ഭക്തി എങ്ങനെ കിട്ടും, അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയും. ആരാ പറയണത്? ഈ യോഗി പുരുഷൻ, ഈ ദേവശ്യാമ എന്നുള്ള ബ്രാഹ്മണൻ, പണ്ഡരിപൂരിലുള്ള ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ അവിടെ നിന്ന് അങ്ങനെ നടന്ന് ഉടൻ തന്നെ ഈ സൗപൂർ എന്നുള്ള സ്ഥലത്തെത്തി അവിടെ പോയി അന്വേഷിക്കുകയാണ്, ആരാണ് ഈ മിത്രവാൻ എന്ന് പറഞ്ഞ ആളാരാണ് അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ കുറേ ദൂരെ ഒരു മലയുടെ മുകളിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെക്കൻ, കുറച്ച് ചെറുപ്പക്കാരൻ അങ്ങനെ കടന്ന് പീസ്ഫുള്ളായിട്ട് മനസ്സ് വളരെ സമാധാനത്തോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ആടുകളൊക്കെ ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ട് ആടുകളൊക്കെ ഇങ്ങനെ മേയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരത്ത് നോക്കിയപ്പോൾ ഒരു പുലിയുണ്ട്. ആ പുലിയും വളരെ പ്രശാന്തമായിട്ട്, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പുലിയും ആടും ഒന്നിച്ചിരുന്ന് പുല്ലും തിന്നു. പുലി അവിടെ കിടക്കുന്നുണ്ട്, ആടുകളൊക്കെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് പോയപ്പോൾ പ്രത്യേകിച്ചൊരു സുഗന്ധമായ ഒരു പരിമളം, ഒരു മണമും ഒരു സ്പെഷ്യലായിട്ടുള്ള കാറ്റും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവ്യമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ.
അപ്പോൾ ഈ ദേവശ്യാമയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആശ്ചര്യമായിട്ട് ആ മിത്രവാൻ എന്നുള്ള അടുത്ത് പോയി ഇരുന്നിട്ട് ചോദിക്കും, ഇങ്ങനെ എന്താണ് ഇവിടുത്തെ ആശ്ചര്യം, എങ്ങനെയാണ് ഇവിടെ പുലികളും ആടുകളൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്, ഒരു മനസ്സമാധാനം, യാതൊരു അസൂയ ദ്വേഷമില്ലാതിരിക്കുന്നത്, നീ എങ്ങനെയാണ് ഇത്ര മനസ്സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ, ഇതിൻ്റെ കാര്യം എന്താണ്, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മിത്രവാൻ എന്നുള്ള ആൾ പറയും, കുറച്ചിങ്ങനെ കണ്ണും മൂടി ആലോചിച്ചിട്ട് പറയും, ഞാൻ പണ്ടൊരു ദിവസം ഇങ്ങനെ ഇവിടെ ആടുകളെ മേയ്ക്കുമായിരുന്നു. ആടുകളെ മേய்ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുലി വന്നു. ആ പുലി വന്ന ഭയങ്കര ദേഷ്യത്തിൽ ആടുകളെ പിടിച്ച് തിന്നാന്നുള്ളതിൽ പുലി വന്നു. ആ പുലിയെ കണ്ടപ്പോൾ എല്ലാ ആടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ആടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയപ്പോൾ ഞാനും ആ പുലിയെ കണ്ട് പേടിച്ചിട്ട് ഞാനും കൂടെ ഓടി കുറേ ദൂരം ഓടി നദിയുടെ തീരത്തെത്തി. ഈ നദിയിൽ നിന്ന് സൈഡിൽ കൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പുലി ഒരു ആടിനെ പിടിച്ചിട്ട് ആ നദിയുടെ തീരത്തെത്തി. അപ്പോൾ ഞാനൊരു അത്ഭുതമായ ഒരു കാഴ്ച കണ്ടു. ഈ മിത്രവാൻ പറയുകയാണ് ദേവശ്യാമയുടെ അടുത്ത്, എന്താണ് അത്ര അത്ഭുതമായ കാഴ്ച, ആ പുലി അവിടെ ആടിനെ വിട്ടിട്ട് പുലി ഇങ്ങനെ മനസ്സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടു എന്ന്. അപ്പോൾ ഈ ആട് ചോദിച്ചത്ര പുലിയുടെ അടുത്ത്, എന്താ നീ എന്നെ പിടിക്കാത്തത്, എന്താ നീ എന്നെ തിന്നാത്തത്, നീ എന്നെ പിടിക്കാൻ വേണ്ടിയല്ല വന്നത്, എന്നെ കൊന്ന് തിന്നാനല്ല വന്നത്, എന്നെ പിടിച്ച് കൊന്നിട്ട് എന്നെ കഴിച്ചൂടെ, എന്താ കൊല്ലാത്തതെന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ പുലി പറഞ്ഞു എന്ന്, എനിക്കൊന്നും മനസ്സിലാകണില്ല, എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല, നിന്നെ കൊല്ലാനും തോന്നുന്നില്ല, എൻ്റെ മനസ്സിലൊരു എന്താണെന്ന് അറിയാത്തൊരു സന്തോഷം, ഒരു സമാധാനം അറിയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണില്ല എന്ന് പറഞ്ഞു എന്ന് പുലി. അപ്പോൾ ഈ ആടും പറഞ്ഞത്ര, അതെ എനിക്കും അതുപോലെ തന്നെ തോന്നുന്നുണ്ട്, ഇവിടെ എനിക്ക് വന്നപ്പോൾ എനിക്കൊരു ദ്വേഷം തോന്നുന്നില്ല, ഒരു പേടി തോന്നണില്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണില്ല പറഞ്ഞിട്ട് ഈ ആടും പറഞ്ഞു എന്ന്. അപ്പോൾ ഈ ആടും പുലിയും രണ്ടും കൂടെ ചേർന്നിട്ട് ഈ മിത്രവാൻ എന്നുള്ള ഈ ആട് മേയ്ക്കുന്ന ആളടുത്ത് ഒന്ന് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ പേടിയൊക്കെ മാറി, മനസ്സിനൊരു സമാധാനം കിട്ടാൻ തുടങ്ങി, അതിനെന്താ കാരണം എന്നറിയില്ല പറഞ്ഞു. അപ്പോൾ ഈ ആടും പുലിയും ഈ ആളും 3 പേരും കൂടെ ചേർന്നിട്ട് അവിടെ അടുത്ത് നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കുരങ്ങിൻ്റെ പഴയൊരു കുരങ്ങ്, വയസ്സായൊരു കുരങ്ങ് ഇരിക്കണം കണ്ടു വന്നു. അപ്പോൾ കുരങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു വന്നു. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു വിശേഷം എന്താണ്, ഈ നദിയുടെ തീരത്ത് ഇത്ര ഒരു മനസമാധാനം, ഓരോ മൃഗങ്ങളും തമ്മിൽ ഒരു അസൂയല്ലാതെ ഇങ്ങനെ ചേർന്നിരിക്കുന്നതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുരങ്ങുകളുടെ രാജാവായിട്ടുള്ള ആ കുരങ്ങ് പറഞ്ഞു എന്ന്, ഈ അടുത്തുള്ള ഈ നദിയുടെ അപ്പുറത്തായിട്ട് ഒരു ക്ഷേത്രം, അതാ കാണുന്നില്ലേ ആ ക്ഷേത്രം, അതിൻ്റെ ഉള്ളിൽ ബ്രഹ്മാവ് പ്രതിഷ്ഠ ചെയ്ത ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗത്തിനെ സുഗമ എന്ന് പറഞ്ഞ ഒരു ഋഷി, അദ്ദേഹം ഇവിടെ ഇരുന്ന് പൂജകളും ഈ കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും വെള്ളവും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ ശിവലിംഗത്തെ പൂജിക്കുമായിരുന്നു. പൂജിച്ച് പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറേ കാലം കൊണ്ട് അങ്ങനെ അദ്ദേഹം പൂജ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് പുറത്തുനിന്ന് വേറൊരു വലിയൊരു ഋഷി വര്യൻ പുറത്തുനിന്ന് വന്നു. അപ്പോൾ ആ ഋഷി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സുഗമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിന് വേണ്ട ആഹാരങ്ങളും കിടക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സുഗമ എന്നുള്ള ആൾ ചോദിച്ചു എന്ന്, എനിക്ക് കൃഷ്ണഭക്തി കിട്ടണം, കൃഷ്ണനെ പറിച്ച് ഭഗവാന്റെ അടുത്ത് ഭക്തി കിട്ടണമെങ്കിൽ, കൃഷ്ണഭക്തി കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെനിക്കൊരു മാർഗം പറഞ്ഞു തരുമോ പറഞ്ഞെന്ന് ചോദിച്ചു എന്ന്. ആര്? ഈ ഋഷി, ഈ സുഗമ എന്നുള്ള ഋഷി ഈ പുറത്തുനിന്ന് വന്ന ഋഷിയോട് ചോദിച്ചു എന്ന്. അപ്പോൾ ആ ഋഷി, പുറത്തുനിന്ന് വന്ന ഋഷിവര്യൻ പറഞ്ഞു എന്ന്, അദ്ദേഹം ഉടൻ തന്നെ ഒരു കല്ലെടുത്തിട്ട് ആ കല്ലിൽ എഴുതിയത്രേ. എന്താ എഴുതിയത്? ഈ 2-ാമത്തെ അധ്യായം, ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തെക്കുറിച്ച് ഫുള്ള് 2-ാമത്തെ അധ്യായം ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ശ്ലോകങ്ങളും എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ദിവസം ഇത് വായിക്കുകയാണെങ്കിൽ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൃഷ്ണൻ്റെ അടുത്ത് ഭക്തി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സുഗമ എന്നുള്ള ഋഷി അന്ന് തൊട്ട് തുടർന്ന് ഈ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തെ തുടർന്ന് വായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഫുള്ളായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ഭക്തി കിട്ടിയെന്നല്ലാണ്ട് വളരെ ശാന്തമായിട്ടും വളരെ ഹാപ്പി ആയിട്ടും അങ്ങനെ ജീവിതം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഋഷിക്ക്. അങ്ങനെ
ആ ഋഷിയുടെ ജീവിതാന്ത കാലം ആ ഭഗവത്ഗീത വായിക്കുകയുണ്ടായി. അത് വായിച്ചു കഴിഞ്ഞ് ആ ഋഷി അവിടെ പോയതുകൊണ്ട് ആ സ്ഥലത്ത് മൊത്തം വളരെ പ്രശാന്തമായ ഒരു കാലാവസ്ഥയും എല്ലാം അതുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഉടൻ തന്നെ ഈ മിത്രവാനും ഈ ദേവശ്യാമ എന്നുള്ള അദ്ദേഹം രണ്ടുപേരും കൂടെ ചേർന്ന് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആ പണ്ട് കിടക്കുന്ന ആ കല്ലിൽ എഴുതിയിരിക്കുന്ന ആ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം എടുത്തിട്ട് ഈ ദേവശ്യാമ എന്നുള്ള ഇദ്ദേഹം കൂടെ ദിവസം 2-ാമത്തെ അധ്യായം ഭഗവത്ഗീത വായിച്ചിട്ട് ജീവിതകാലം മുഴുക്കെ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം മാത്രം അദ്ദേഹം വായിക്കുക അത്രേ. അങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം അവസാനം കൃഷ്ണൻ്റെ ലോകത്തേക്ക് പോയി പറഞ്ഞിട്ട് നാരായണൻ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ എത്ര വിശേഷമായതാണ് ഈ 2-ാമത്തെ അധ്യായം, നമ്മളിന്ന് വായിച്ച അധ്യായം. അപ്പോൾ നമ്മൾ അവകാശം കിട്ടുമ്പോൾ ഈ 2-ാമത്തെ അധ്യായത്തിൽ ദിവസം കുറച്ച് ശ്ലോകങ്ങളെടുത്ത് വായിക്കുക. ശ്രീ ഭഗവത്ഗീത കീ ജയ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജഗന്നാഥിൻ്റെ ലീലകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ ഒരു ചെറിയ ജഗന്നാഥിൻ്റെ ലീല മാത്രം പറയണമെന്ന്. അപ്പോൾ നമ്മൾ ജഗന്നാഥ് പുരിയിൽ ചൈതന്യ മഹാപ്രഭു അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവിടെ നിറയെ ഭക്തന്മാരുണ്ടായിരുന്നു ജഗന്നാഥ് പുരിയിൽ. അവിടെ ഗംഭീര പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഗംഭീര ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ ഗംഭീര എന്നുള്ള സ്ഥലത്താണ് ചൈതന്യ മഹാപ്രഭു താമസിച്ചിരുന്നത്. ആ ഗംഭീര എന്നുള്ള സ്ഥലത്ത് മഹാപ്രഭു അന്ന് താമസിച്ചിരുന്ന അന്ന് തൊട്ടുള്ള കത്തുന്ന ഒരു വിളക്ക് ഇന്നും അവിടെ കത്തുന്ന കാണാം. അപ്പോൾ മഹാപ്രഭു ഒരു ദിവസം ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മായാപ്പൂരിലുള്ള സമയത്ത് മഹാപ്രഭു കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കീർത്തനത്തിൻ്റെ ഇടയിൽ കൂടെ മഹാപ്രഭു പുണ്ടരീക 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 എൻ്റെ അച്ഛൻ പുണ്ടരീക എൻ്റെ അച്ഛൻ പറഞ്ഞ് വിളിക്കും. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ വിളിച്ചപ്പോൾ എല്ലാ ഭക്തർക്കും തോന്നി ആരാ പുണ്ടരീക എന്ന് വെച്ചാൽ ആ പുണ്ടരീകാക്ഷൻ, ഭഗവാൻ കൃഷ്ണൻ ഒരു പേരുണ്ടല്ലോ പുണ്ടരീകാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ വിളിക്കുമായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ പറയും എൻ്റെ അച്ഛൻ പുണ്ടരീക എന്ന് പറയുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭു മറ്റുള്ള ഭക്തന്മാരോട് മഹാപ്രഭുവിനോട് ചോദിക്കുമ്പോൾ പറയും, വളരെ കുറച്ച് ദിവസത്തിൻ്റെ അകത്ത് ഇവിടെ പുണ്ടരീക വിദ്യാനിധി പറഞ്ഞൊരു മഹാഭക്തൻ വരുന്നുണ്ട്. അപ്പോൾ പുണ്ടരീക വിദ്യാനിധി പറഞ്ഞാൽ അദ്ദേഹം കൃഷ്ണലീലയിൽ അദ്ദേഹം രാധാറാണിയുടെ അച്ഛനായിരുന്നു. നമ്മൾ വൃന്ദാവനത്തിൽ രാധാകൃഷ്ണനല്ലേ, അതുപോലെ രാധാറാണിയുടെ അച്ഛനായിരുന്നു പുണ്ടരീക വിദ്യാനിധി. ആ പുണ്ടരീക വിദ്യാനിധി രാധാറാണിയുടെ അച്ഛൻ, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ രാധാറാണിയുടെ അച്ഛൻ്റെ പേരെന്താണ്? വൃഷഭാനു മഹാരാജ്. രാധാറാണിയുടെ അമ്മയുടെ പേര് കീർത്തിത. അപ്പോൾ നമ്മളത് കൃഷ്ണഭക്തന്മാർ ഇതൊക്കെ ഓർമ്മ വയ്ക്കണം. കൃഷ്ണൻ്റെ അമ്മയച്ഛനായ നന്ദമഹാരാജ്, യശോദ. അതുപോലെ രാധാറാണിയുടെ അച്ഛൻ്റെ പേര് വൃഷഭാനു മഹാരാജ്, അമ്മയുടെ പേര് കീർത്തിത. രാധാറാണിയുടെ അനിയൻ്റെ പേര് ശ്രീധാമ. അപ്പോൾ അങ്ങനെ ഈ വൃഷഭാനു മഹാരാജാണ് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ പുണ്ടരീക വിദ്യാനിധി പറഞ്ഞൊരു ഭക്തനായിട്ട് വരുന്നത്. അപ്പോൾ ആ പുണ്ടരീക വിദ്യാനിധി ചട്ടഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കോടീശ്വരൻ, പണ്ട് കാലത്ത് വളരെ പണക്കാരനായിട്ട് വളരെ പൈസക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെ റിച്ചായിട്ടുള്ള ലൈഫായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു ദിവസം ഈ പുണ്ടരീക വിദ്യാനിധിയുള്ള ഇദ്ദേഹം അവിടെ ജഗന്നാഥ് പുരിക്ക് അടുത്ത് വന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഈ അവിടെ മുകുന്ദ പറഞ്ഞൊരു ഭക്തൻ ഉണ്ടായിരുന്നു. മുകുന്ദ, ഗദാധാര, നിറയെ ഭക്തന്മാരുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ എല്ലാ ഭക്തന്മാരും ഉണ്ട്. അപ്പോൾ ഈ മുകുന്ദ എന്നുള്ളൊരു ഭക്തൻ ഈ ഗദാധാര പണ്ഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര. ആ ഗദാധാര പണ്ഡിറ്റിനോട് പറയും, ഒരു വലിയ മഹാഭക്തൻ വരുന്നുണ്ട്, ആ മഹാഭക്തൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം, നമുക്ക് പോയി കാണാൻ പറയും. ശരി പറഞ്ഞിട്ട് ഈ ഗദാധാര പണ്ഡിറ്റും ഈ മുകുന്ദ രണ്ടുപേരും ചേർന്നിട്ട് ഈ പുണ്ടരീക വിദ്യാനിധി എന്നുള്ള ഭക്തനെ കാണാൻ വേണ്ടി പോകും. അവിടെ പോയി നോക്കുമ്പോൾ ഈ പുണ്ടരീക വിദ്യാനിധി വലിയ ഭക്തൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്ത് വിചാരിക്കും ഇവരൊക്കെ? വലിയ ഭക്തൻ വെച്ചാൽ ഭയങ്കര സന്യാസിയായിരിക്കും, താടിയും മുടിയൊക്കെ വളർത്ത്
പൊട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? പുണ്ടരീക വിദ്യാനിധി ആൾ ഇങ്ങനെ നല്ല എണ്ണയൊക്കെ തേച്ച്, ഇങ്ങനെ മണക്കുന്ന വാസനയുള്ള എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല പട്ടിൻ്റെ വസ്ത്രമൊക്കെ കൊടുത്തിട്ട് ഫുള്ള് സ്വർണത്തിൻ്റെയും മുത്തിൻ്റെയും വൈരത്തിൻ്റെയും മാലകളൊക്കെ, ഇങ്ങനെ വൈരത്തിൻ്റെയൊക്കെ നെക്ലസ്സുകളൊക്കെ ഇട്ടിട്ട്, കയ്യിൽ വലിയ വലിയ ബ്രേസ്ലെറ്റുകളും അങ്ങനെ ഇട്ടിട്ട് ചുറ്റിലും ആൾക്കാരിങ്ങനെ ആൾക്ക് ചാമരം വിശറിക്കൊണ്ട് സേവ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് ഒരു ഭൗതികമായ ഒരാളെ പോലെയാണ് കണ്ടത്. പുറത്തത്തെ കാഴ്ചയ്ക്ക് വളരെ ചുറ്റും വലിയ വലിയ കോടീശ്വരന്മാരായ ആൾക്കാരെ നടുക്കെ വലിയ സ്വർണത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് രാജാവിനെ പോലെ ഉണ്ട് ആളെ കാണുമ്പോൾ. അപ്പോൾ ഈ ഗദാധര പണ്ഡിറ്റ് വിചാരിച്ചു, അയ്യോ എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭൗതികമായ ഒരു വ്യക്തിയുടെ മുന്നിൽ കൊണ്ടുവന്നത്, അങ്ങനെ വിചാരിച്ചു എന്ന്. ടോട്ടലി ഭൗതികമായുള്ള ഒരാളെ ആളെ മാതിരിയാണല്ലോ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കും. വെറ്റില മുറുക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിലിങ്ങനെ തല ചീവിയിട്ട് ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്ന കാണാം. അപ്പോൾ ടോട്ടലായിട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗത്തിലിരിക്കുന്ന ഒരാളെ പോലെയാണ് കണ്ടത്. അപ്പോൾ ഗദാധര പണ്ഡിറ്റ് വിചാരിച്ചു, അദ്ദേഹമാണെങ്കിൽ ബ്രഹ്മചാരിയാണ് ഗദാധര പണ്ഡിറ്റ്. ചെറുപ്പം തൊട്ട് ഒരു ഭൗതികമായ ഭോഗങ്ങൾ സുഖങ്ങൾ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടും പോലുമില്ല ഗദാധര പണ്ഡിറ്റ്. അപ്പോൾ ഗദാധര പണ്ഡിറ്റിന് ഇങ്ങനെ ഭക്തന്മാർ ഇങ്ങനെ ഉണ്ടാകുമോ മനസ്സിലായില്ല. അപ്പോൾ മുകുന്ദ എന്നുള്ള ഭക്തൻ ഇത് മനസ്സിലായി. ഈ ഗദാധര പണ്ഡിറ്റിന് ഹൃദയത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലായിട്ട് അദ്ദേഹത്തിന് ഈ പുണ്ടരീക വിദ്യാനിധിയുടെ ഭക്തി എങ്ങനത്തെ ഭക്തിയാണെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ മുകുന്ദ എന്നുള്ള ഭക്തൻ എന്ത് ചെയ്തത്രേ, പുണ്ടരീക വിദ്യാനിധി എന്നുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഒരു ശ്ലോകം വായിച്ചു വന്നു. ഭാഗവതത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം 23-ാമത്തെ ശ്ലോകം. അഹോ ഭഗീയം സ്തനകാലകൂടം ജിഗാംശയാപായതബീയ സാധ്വി ലേഭേ ഗതിം ധാത്രി വിചിതം തദോന്യം കം വാ ദയാളും ശരണം വ്രജേമ. ഈ ഒരു ശ്ലോകം അഹോ ഭഗീയം സ്തനകാലകൂടം ഇങ്ങനെയുള്ളൊരു ശ്ലോകം ഈ പുണ്ടരീക വിദ്യാനിധി എന്നുള്ള ഭക്തൻ്റെ അയാളെ മുന്നിൽ വായിച്ചു. ആരാണ് ഈ മുകുന്ദ എന്നുള്ള ഭക്തൻ വായിച്ചപ്പോൾ എന്താ എപ്പോഴാണ് ഈ ശ്ലോകം കേട്ടത് പുണ്ടരീക വിദ്യാനിധി അങ്ങനെ തല ചുറ്റി താഴെ വീഴാൻ തുടങ്ങിയത്. എങ്ങനെ അയാളെ കാലുകൊണ്ടൊരു തട്ട് കാലിൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് പഴങ്ങളൊക്കെ പ്ലേറ്റിൽ തട്ടിയിരിക്കുന്ന പഴങ്ങളൊക്കെ കണ്ട് തെറിച്ച് പോയി വീണുവെന്ന്. അപ്പുറത്ത് ഒരാൾ ചാമരം വീശിക്കൊണ്ടിരിക്കുക, അയാളൊരു തള്ള് അങ്ങനെ താഴെ വീണ് കൃഷ്ണ 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 എന്ന് വിളിച്ചിട്ട് അങ്ങനെ കരഞ്ഞിട്ട് മേലെന്ന് പടിക്കെട്ടുന്ന താഴെ ഉരുണ്ട് താഴെ വന്ന് വീണു. പിന്നീട് 3 മണിക്കൂറിന് ഒരു ബോധമില്ല, അങ്ങനെ വീണുവെന്ന്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അഹോ ഭഗീയം സ്തനകാലകൂടം. ആ വൃന്ദാവനത്തിൽ ചെറിയ കൃഷ്ണൻ 3 മാസ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി പൂതന വന്നത്രേ. പൂതന എന്നുള്ള രാക്ഷസി. ആ രാക്ഷസി വരുമ്പോൾ അഹോ ഭഗീയം സ്തനകാലകൂടം, ആ രാക്ഷസി മുലകളിലൊക്കെ ഇതെന്താ പറയുക, ഈ വിഷം ഭയങ്കര കാലക്കൂടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷം, സർപ്പത്തിൻ്റെ വിഷം എടുത്തിട്ട് കൃഷ്ണനെ കൊല്ലണം എന്നുള്ള ഭാവത്തിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കൃഷ്ണനെ കൊല്ലണം എന്നുള്ള ഭാവത്തിൽ വന്ന് അങ്ങനെ പാല് കൊടുത്തപ്പോഴും ആ കൃഷ്ണൻ എന്ത് ചെയ്തത്രേ, ആ രാക്ഷസിക്ക് അവൾ ചത്തുപോയ ശേഷം യശോദയ്ക്ക് കൃഷ്ണനെ പ്രേമത്തോടെ യശോദ എങ്ങനെ സേവ ചെയ്തോ ആ യശോദയ്ക്ക് ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണനെ അമ്മയായിട്ടല്ലേ സേവ, അതുപോലത്തെ ഒരു അവകാശം പൂതനയ്ക്കും കൊടുത്തത്ര ഭഗവാൻ. ഒരു രാക്ഷസി ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ആ രാക്ഷസിക്കും ഭഗവാൻ എന്താണ് കൊടുത്തത്, ആ ഭഗവാൻ ആ ഒരു ഭക്തൻ്റെ നല്ല ഗുണങ്ങൾ മാത്രമേ എടുക്കുള്ളൂ അത്രേ. ദോഷങ്ങളെ ഗുണമായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഭഗവാനുണ്ട്. അപ്പോൾ അവൾ കൊല്ലാനാണ് വന്നതാണെങ്കിലും അവൾക്കുള്ള ചെറിച്ച് മുല കൊടുക്കണം എന്നുള്ളൊരു നല്ലൊരു സ്വഭാവം, നല്ലൊരിത് നന്നായി കണ്ടിട്ട് ഭഗവാൻ അവൾക്ക് ഉടൻ തന്നെ തൻ്റെ യശോദമാതയ്ക്ക് എന്താണോ കൊടുത്തത്, എങ്ങനത്തെ ഒരു മോക്ഷമാണോ കൊടുത്തത്, അതേപോലത്തെ ഇതിനെ ഈ പൂതന എന്നുള്ള രാക്ഷസിക്കും കൊടുത്തു എന്ന്. അപ്പോൾ അതാണ് കംവാ ദയാളും ശരണം വ്രജേമ. ഇതിനേക്കാളും കരുണയുള്ളൊരു ഭഗവാനെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സോ ഇത് കേട്ട ഉടൻ തന്നെ ഈ പുണ്ടരീക വിദ്യാനിധി അങ്ങനെ അയ്യോ എൻ്റെ കൃഷ്ണ, ഇത്ര നല്ല കൃഷ്ണനെ ഞാൻ വിട്ടല്ലോ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണ 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 എന്ന് വിളിച്ച് അങ്ങനെ മുടികളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കാനും കണ്ണിൽ വെള്ളം ഇങ്ങനെ നദി പോലെ ഒഴുകാനും താഴെ വീണിങ്ങനെ ഉരുണ്ട് പോകാൻ തുടങ്ങി പുണ്ടരീക വിദ്യാനിധി.
അപ്പോഴാണ് ഈ ഗദാധര പണ്ഡിറ്റിനുള്ള ഭക്തന് മനസ്സിലായത്, അപ്പോൾ ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്. നമ്മളൊരു ഭക്തന്മാരെ പുറത്തത്തെ ഒരു കാഴ്ച വെച്ചിട്ട് ഇയാൾക്ക് ഭക്തി ഉണ്ടോ ഇല്ലേ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഭക്തന്മാർ വലിയ പണക്കാരന്മാർ ഭൗതികമായിട്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ചിലപ്പോൾ ഭക്തന്മാർ വളരെ ഭിക്ഷക്കാരന്മാരും ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു പുറത്തത്തെ ഒരു ദൃഷ്ടി വെച്ച് ഒരു ഭക്തനെ ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഈ കഥയെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പുണ്ഡരീക വിദ്യാനിധി ഉള്ള ഈ ഭക്തൻ വളരെ ഉയർന്ന ഭക്തനാണ് കൃഷ്ണൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇദ്ദേഹം ഒരു ദിവസം ജഗന്നാഥ്പുരിയിൽ ജഗന്നാഥിനെ തൊഴാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ജഗന്നാഥിനെ തൊഴാൻ വേണ്ടി പോയപ്പോൾ അവിടെ ജഗന്നാഥ്പുരിയിൽ ക്ഷേത്രത്തിലുള്ള പൂജാരികൾ, പാണ്ഡ എന്ന് പറയില്ലേ, ആ പൂജാരികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ തുണിയിൽ ഈ കഞ്ഞി മുക്കിയ തുണി എന്ന് പറയില്ലേ, സ്റ്റാർച്ച്, കഞ്ഞി മുക്കിയിട്ട് ഒരു വടി പോലെ ഉണ്ടാകുള്ള തുണി, സ്റ്റാർച്ച്. അപ്പോൾ അങ്ങനെയുള്ള തുണി ഭഗവാന് ചാർത്താൻ പാടില്ല സാധാരണ ശാസ്ത്രങ്ങൾക്കനുസരിച്ച്. അങ്ങനെയുള്ള തുണി ഉണ്ടെങ്കിൽ അതിന് നനച്ചിട്ട് വേണം, ഉണക്കിയിട്ട് വേണം പിന്നെ ഭഗവാൻ അത് ചാർത്താൻ. അപ്പോൾ ഈ പൂജാരികൾ, പൂരിത്തെ പൂജാരികൾ അവർ അങ്ങനെയുള്ള സ്റ്റാർച്ചുള്ള തുണികൾ അങ്ങനെ ഭഗവാൻ ചാർത്തുന്ന കാണും. അത് കണ്ടിട്ട് പുണ്ഡരീക വിദ്യാനിധിക്ക് തോന്നും, അയ്യേ ഇവരെന്ത് പൂജാരികളാണ്, അവർ ഭഗവാന് ഈ സ്റ്റാർച്ചുള്ള തുണിയാണോ ഭഗവാൻ ഉടുക്കുന്നത്, ഈ കഞ്ഞി മുക്കിയ തുണിയൊക്കെ ഭഗവാൻ ഉടുക്കാൻ പാടുമോ, ഇതൊക്കെ ചെയ്ത് തെറ്റാണ്, എന്തായാലും ഇത് തെറ്റാണ്, ഭഗവാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ആർക്കൊന്നും പറയൊന്നുമില്ല. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങും അത്രേ. അന്ന് കിടന്നുറങ്ങിയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ജഗന്നാഥൻ വരും. ജഗന്നാഥ് വന്നിട്ട് അദ്ദേഹം നെഞ്ഞലിരുന്നിട്ട് ആ പുണ്ഡരീക വിദ്യാധിൻ്റെ മുഖത്ത് ടാക്കെന്ന് അടി കൊടുക്കുന്നു. നിനക്കെന്താണ്, എൻ്റെ ഭക്തന്മാർ ഏത് തന്നാലും ഞാൻ സ്വീകരിക്കും, അതിന് നിനക്കെന്താ വേണ്ടത് പറഞ്ഞിട്ട് ജഗന്നാഥ് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റായിട്ട് അടി കൊടുക്കുന്നു ആ പുണ്ഡരീക വിദ്യാനിധിക്ക്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴിച്ച് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അയാളെ മുഖം രണ്ടും ഇങ്ങനെ വീങ്ങിയിരിക്കേണ്ടതെന്ന്. ആ പുണ്ഡരീക വിദ്യാനിധി ഭക്തൻ്റെ മുഖം രണ്ടും ജഗന്നാഥൻ്റെ അടി കൊണ്ടിട്ട് മുഖം വീങ്ങിയിരിക്കേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ ഒരു ഭാഗ്യം ഭഗവാന്റെ ക്ലോസ് ആയിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടൂല. ശ്രീ പുണ്ഡരീക വിദ്യാനിധി കീ ജയ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ തീർത്താണ്.